വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു 18 വയസ്സിനും ഒരു 40-45 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു തലമുറയോട് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. മുമ്പും ചില വീഡിയോകളിലോ ഡിസ്കഷനിലോ ഒക്കെ പറഞ്ഞ പോലെ എൻ്റെ ഏജ് ഗ്രൂപ്പിന്, അതായത് 45-നും 60 വയസ്സിനും ഇടയ്ക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടാതെ പോയ കുറേ സൗഭാഗ്യങ്ങളുണ്ട്. അത് ഈ വരുന്ന തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് കേട്ടുപോയാൽ വളരെ എനിക്കൊരു സന്തോഷമാവും. കാരണം ഈ 4.5 ലക്ഷം കോടി രൂപയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കടമെടുത്ത് നമ്മൾ ഓരോരുത്തരെയും മലയാളികളുടെയും പേരിൽ കടമെടുത്ത് കാര്യസ്ഥൻ പണി ചെയ്ത ഇടത് സംഘടനകളെ, രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഇപ്പം ചോദിക്കണം. അത് ചോദിക്കും, അതിന് മറുപടി പറയാൻ ഇവർ തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന ഈ തലമുറയ്ക്ക് ഈ ബാധ്യത ഉണ്ടാക്കി വെച്ചത് എന്തിന്, എവിടെ ഈ 4.5 ലക്ഷം കോടി രൂപ ഇവർ ചെലവഴിച്ചു എന്ന് നിങ്ങൾ ചോദിക്കണം. ഈ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റ് വരെ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും. 2016-17 മുതൽ ഇങ്ങോട്ടുള്ള ബഡ്ജറ്റുകളെല്ലാം എടുത്ത് നോക്കുക. അതിൽ കൃത്യമായി അലോക്കേറ്റ് ചെയ്ത പ്രോജക്റ്റുകൾ, കേന്ദ്രം അനുവദിച്ച് തന്ന ഫണ്ട് എവിടെ എങ്ങനെ ഉപയോഗിച്ചോ അത് നിരസിച്ചോ ലാഗ് ചെയ്ത് ഡിലേ ചെയ്ത് അത് ഒഴിവാക്കി കളഞ്ഞോ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം ഈ ഇലക്ഷന് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകാൻ. ഇതിൽ ഇടത് വലത് സംഘടനകൾ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത്. കട്ടതിൻ്റെ ഒരു പങ്ക് കൊടുത്ത സമാധാനപ്പെടുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തമിഴ്നാട്ടിലോട്ട് നോക്കുക. ഇവരെല്ലാം ഒരുമിച്ചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ബംഗാളിൽ ഇവർ ഒരുമിച്ചാണ്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇവിടുത്തെ കേരളത്തിലെ ഇടതിനും വലതിനും ഒരുമിച്ചാണ്. അത് കാരണമാണ് ഈ സതീശനോ ഈ പ്രതിപക്ഷ നേതാക്കളോ ലീഗിൻ്റെ ആൾക്കാരോ എപ്പോഴെങ്കിലും പിണറായി വിജയൻ്റെ ഈ കെടുകാര്യസ്ഥ ഭരണത്തിനെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കൊള്ള 4.5 ലക്ഷം കോടി രൂപ എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ലേ, നമുക്ക് പൊതുജനങ്ങൾക്കില്ലേ? കാരണം ഇപ്പോൾ പ്രവാസ ലോകത്തുനിന്ന് വരുന്ന വാർത്തകൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് ഒരുപാട് പേര് കേരളത്തിലേക്ക് വരും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. അവർക്ക് 2016 പിണറായി വിജയൻ ദുബായിൽ വെച്ച് പ്രസംഗിച്ച 6 മാസത്തെ ശമ്പളം കൊടുക്കും, പോട്ട് 6 രൂപയെങ്കിലും കൊടുക്കുമെന്ന് പല ആവർത്തി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പ്രവാസികൾ പല വേദികളിൽ ഒരു ഉത്തരവില്ല. ഇവർ പൊള്ളയായ കുറേ സംഘടനകളെ സൃഷ്ടിച്ചെന്നല്ലാതെ ലോക കോമാളി സഭയെന്നും ഒക്കെ പറഞ്ഞിട്ട് കുറേ പണം പ്രവാസികളുടെ പേരിൽ മുടിക്കുക അല്ലാതെ ഇവർക്കൊരു തിരിച്ചു വന്നാൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഇവർ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ 4.5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. 18 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് വയസ്സ് വരുന്നവർ ഇപ്പം തന്നെ വീട്ടുകരം 100 ഇരട്ടിയായി, കറണ്ട് ബില്ല് 20 ഇരട്ടിയായി. 10 വർഷം കൊണ്ട് വന്നതാണ്. ഈ ബില്ല് പിരിക്കുന്നതിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ഒരു സെസ് അതിൽ നിന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. ഈ പണം കൊടുക്കുന്നത് വലിയ കാര്യമായിട്ട് AKC സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പോലെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി പറയുന്ന കുറച്ച് ഗ്രൂപ്പുകാർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് KSFE സ്റ്റാഫ് ഒരു 9000-ഓളം പേര്, കേരളത്തിലെ 4000-ഓളം വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഈ ഇടത് സംഘടനകളാണ് കൂടുതലും ഭരിക്കുന്നതും. അവിടെ കൊള്ളസങ്കേതം പോലാണ് ഇരിക്കുന്നത്. അവരെല്ലാം ഇവർക്ക് വോട്ട് കൊടുക്കും. ഇനി വോട്ട് കൊടുക്കുന്നവരെ കാര്യമാണ് ഈ പറയുന്നത്. KSFE സ്റ്റാഫ്, ഇനി ബെവ്കോയുടെ സ്റ്റാഫ്, KSRTCയുടെ സ്റ്റാഫ്, KSCBയുടെ സ്റ്റാഫ്, പിന്നെ തൊഴിലുറപ്പ്, ഇവരെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ട് കൊടുക്കുന്നത് പോലെയാണ് വന്ന് കൊടുക്കുന്നത്. ഈ ജോബ് കാർഡ് ഡെവലപ്പ് ചെയ്യുന്നതും സൈൻ ചെയ്യുന്നതും ഒക്കെ അവരെ ആൾക്കാരാണ്, ഇടതിൻ്റെ ആൾക്കാരാണ് കൂടുതലും. അവർ തൊഴിൽ
അവർക്ക് ഇനിയും കൊടുക്കണമെങ്കിൽ ഇവരെ പ്രീണിപ്പിക്കാൻ ഇവർക്ക് വോട്ട് കൊടുക്കണമെന്ന് തനത് ബൂത്തുകളിൽ ഇവർക്ക് വോട്ട് വീണോ ഇല്ലയോ എന്ന് ഇവർക്ക് അറിയാം. ഭീഷണിപ്പെടുത്തിയാണ് വോട്ട് ചെയ്യുന്നത്. ജനാധിപത്യ ധ്വംസനം. ഇതുപോലെ പിൻവാതിൽ നിയമനം നടത്തിയ ഒരു 2 ലക്ഷത്തിൽ പരം പിൻവാതിൽ നിയമനം നടത്തിയിട്ട് അത് പെർമനൻ്റ് ആക്കിയതും അല്ലാത്തതുമായ ഒരു 2 ലക്ഷം പേര്, അവരുടെ ബന്ധുമിത്രാദികളും ഇവർക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ വോട്ട് ചെയ്യരുത്. കാരണം ഈ 4.5 ലക്ഷം കോടി രൂപ ഇവർ ഒരു പ്രാവശ്യം കൂടെ ഈ ഇടതനോ വലതനോ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു 8 ലക്ഷം കോടി രൂപയിലേക്ക് കടം ബാധ്യതയാവും. എല്ലാ വർഷവും ഹൈ എൻഡ് 55,000 കോടി രൂപയോളം ഡെഫിസിറ്റുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കേരളം ഇതുവരെ ക്യാപിറ്റൽ നേച്ചറിലുള്ള, അതായത് മൂലധനാധിഷ്ഠിത വരുമാനം സ്റ്റേറ്റിനുണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഈ 4.5 ലക്ഷം കോടി രൂപ എടുത്തിട്ട് ഈ റിയാസോ ഈ മറ്റ് ഇതര മന്ത്രിമാരോ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഒരു ചൂണ്ടിക്കാണിക്കാവുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇവർ ഉടനെ പറയും PWD റോഡെന്ന്. അത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന ആയിരിക്കും. ബഡ്ജറ്റ് എടുത്ത് നോക്കുക നിങ്ങൾ. അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതിയുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ആയിരിക്കും. ഈ കേരളത്തിൻ്റെ റവന്യൂ, അതായത് ആനുവൽ ഇൻകം, അത് ഈ ഇരിക്കുന്ന ഉറക്കം തൂങ്ങി, അത് എല്ലാവരെയും അല്ല പറയുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, എല്ലാ ഓഫീസിലും ഉണ്ട്. പക്ഷേ എന്നാലും ഒരു 60% ഇവരുടെ യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ്. കുനിഞ്ഞൊരു കുപ്പ ഇവന്മാരെ എടുക്കത്തില്ല. കുറച്ചൊരു 30% ആൾക്കാരാണ് എല്ലാ സർക്കാർ ഓഫീസുകളും പോലീസ് ഫോഴ്സ് ആയാലും റൺ ചെയ്ത് കൊണ്ടുപോകുന്ന സത്യസന്ധരായിട്ടുള്ള. ബാക്കി എല്ലാം ഫേക്കാണ്. ഒരെണ്ണവും ഒരു തൊഴിൽ കൊടുക്കാതിരുന്ന് ശമ്പളം മേടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിന് ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഈ സർക്കാർ മാറി മാറി വരുന്ന ഒന്നും ചെയ്തിട്ടുമില്ല, ചെയ്യത്തുമില്ല. ഇവർക്കതിനുള്ള ക്വാളിറ്റിയില്ല, ഇച്ഛാശക്തിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് വോട്ട് കൊടുക്കരുത്. മറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം, എൻ്റെ രാഷ്ട്രീയം ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമായതുകൊണ്ട് കൂടിയാണ്. പ്രത്യക്ഷത്തിൽ ജാതി മത ഭിന്നിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ കലക്കുവെള്ളമുണ്ട്. അതിൽ പെടാതെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്താൽ അവർക്കൊരു 25 സീറ്റിന് മേളിൽ നിങ്ങൾ ഈ ജനം, കേരളത്തിലെ പൊതുജനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ 4.5 ലക്ഷം കോടി രൂപ ഇന്ന് കടം എന്ന് പറയുന്നതിനെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു സർക്കാർ ഇച്ഛാശക്തി ഉള്ളതാണ്. ഒരു ഡബിൾ എൻജിൻ, അനൂപ് ആൻ്റണി പറയുന്നത് പോലെ, ശ്രീ അനൂപ് ആൻ്റണി പറയുന്നത് പോലെ, കേരളത്തിൽ ഒരു ഡബിൾ എൻജിൻ സർക്കാർ വരികയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പ്രബുദ്ധ കേരളം തന്നെയാണ്. പക്ഷേ എവിടെയൊക്കെയോ ഈ രാഷ്ട്രീയ അടിമത്തം നമ്മളെ പ്രബുദ്ധരല്ലാതാക്കുന്നുണ്ട്. ഈ കൈപ്പത്തി അരിവാള് എന്ന് പറഞ്ഞ് ഒട്ടി ആ കൊള്ളസംഘത്തിനെ ഈ കായംകുളം കൊച്ചുണ്ണി പണ്ട് കേട്ടിട്ടുണ്ട്, ഇത്തിക്കര പക്കിയൊക്കെ, അവരെ കൂടെ നിൽക്കാനായിട്ട് പാവങ്ങളായ ചിലർക്ക് കട്ടതിൽ പങ്ക് മുതൽ കൊടുക്കും. അതുപോലെയാണ് ഈ ഇടതനും വലതിനും. അവരെ ചുറ്റും നിൽക്കുന്ന കുറേ ഉപഗ്രഹങ്ങൾക്ക് ഈ കട്ടതിൽ പങ്ക് കൊടുക്കും. അവർ സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ വന്നിരുന്ന് തൊണ്ട കഴയ്ക്ക് മാറി ഇവർക്ക് വേണ്ടി കുഴലൂതും. ദേശാഭിമാനി ജോലി കൊടുത്താൽ മതി, കൈരളി ചാനലിൽ ജോലി കൊടുത്താൽ മതി, ബാങ്കിലോ ഇവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല പിൻവാതിൽ നിയമനോ ഒക്കെ കൊടുത്താൽ മതി. നിങ്ങൾ അവരുടെ ഈ ഇടതനെയും വലതനെയും സപ്പോർട്ട് ചെയ്യുന്നവരെ നോക്കുക. അവരുടെ മിൽക്കിംഗ് പോയിന്റിൽ നിന്നായിരിക്കും ഇവർ ആ ബെനിഫിറ്റ് കിട്ടിയവർ, ബെനിഫിഷ്യറീസ് മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സാധാരണക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സർവേ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. സത്യസന്ധമായി നമ്മളെ ചുറ്റിനുമുള്ള ആൾക്കാരോട് ചോദിക്കുക ഈ ഭരണത്തെപ്പറ്റി. അവർക്ക് വൃത്തികെട്ട ഭാഷയിലായിരിക്കും പ്രതികരിക്കുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരോട്, പാർട്ടിക്കാരോട് വരെ ചോദിച്ചതാണ്. കടുത്ത CPMൻ്റെ അനുഭാവികൾ, CPIയുടെ അനുഭാവികളോട് തന്നെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ പലയിടത്തും ചോദിച്ചാണ്. അപ്പോൾ ബന്ധുമിത്രാദികളുടെ അടുത്ത് തന്നെ ചോദിച്ചാണ്. അവർക്ക് ആർക്കും ഇവരെ താല്പര്യമില്ല. പക്ഷേ അടിമത്തം, പാർട്ടി അടിമത്തം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചാണെന്നോ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണമാണെന്നോ ഇന്ന് വരെ മനസ്സിലാകാത്ത രാഷ്ട്രീയ അടിമകൾ മാത്രമാണ് ഇവർ. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് വളരെ കൃത്യതയോടെ ഈ തവണ തിരഞ്ഞെടുപ്പിനെ നേരിടണം.
അതുപോലെ തന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ ഉണ്ട്, എല്ലാ പേർക്കും ഒരൊറ്റ വീക്കായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അവർ നമ്മൾ ചിലപ്പോൾ ജയിക്കത്തില്ല, 3-ാം സ്ഥാനത്തെങ്ങനെയൊക്കെ വരും, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകാത്ത, വോട്ട് ലിസ്റ്റിൽ പേര് പോലും ചേർക്കാത്ത കുറേ BJP-ക്കാരുണ്ട്. അവരോടുമായിട്ടാണ് പറയുന്നത്, ഈ വരുന്ന തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മാറി ചിന്തിക്കുക. ഇത് ഈ 4.5 ലക്ഷം കോടി രൂപ കടം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പണം നിങ്ങൾ കടപ്പത്രവും ലോണും മസാല ബോണ്ടും, നമ്മൾ തോമസ് ഐസക്കിൻ്റെ എക്കണോമിക് മസാല ബോണ്ടും ഒക്കെ ആയിട്ട് നിങ്ങളിത് എവിടെ ചെലവഴിച്ചു എന്ന് നിങ്ങളടുത്ത് നിങ്ങൾ ചോദിക്കണം. അതായത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച്, സ്കൂളുകൾക്ക് വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള കമ്പ്യൂട്ടറും ഒക്കെ മേടിച്ച് വെച്ചിട്ട് അവിടെ സ്കൂൾ തുറക്കാറാകുമ്പോൾ ഭിത്തിയിൽ മിക്കി മൗസിൻ്റെയും ഡൊണാൾഡ് ഡക്കിൻ്റെയൊക്കെ പടം വരച്ച് കളർഫുള്ളാക്കി വെച്ചേക്കുന്ന അതല്ല പ്രോജക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു വൃത്തികേട് ഉണ്ടെങ്കിൽ അത് മറയ്ക്കാനായിട്ട് കൊല്ലത്ത് SP ഓഫീസിൻ്റെ അവിടെ ഒരു പാലം, ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അതിൻ്റെ അടിയിൽ കുറച്ച് LED ലൈറ്റും കുറച്ച് ചിത്രശലഭവും ചെസ് ബോർഡും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആ പ്രോജക്റ്റ് ചെയ്തപ്പോഴേ തന്നെ അതിൻ്റെ കോളവും പൈലും ഷട്ടറിങ്ങും എല്ലാം വളരെ മോശമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കുറച്ച് LED ലൈറ്റും കുറച്ച് തട്ടുകടയൊക്കെ പറക്കി വെച്ചു. ഇതല്ല പ്രോജക്റ്റ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പോർട്ടുണ്ട്, നമുക്ക് കിട്ടിയ, കൊല്ലത്തിന് കിട്ടിയ ഒരു പോർട്ട്. ആ പോർട്ടിലേക്ക് പോകാൻ അസസ് റോഡില്ല, ബൈപ്പാസ് ഇല്ല, കണ്ടെയ്നർ ചെന്ന് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, ഒരു ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തിട്ടില്ല. ഇവന്മാർ ഫേക്കാണ്, കൊള്ളസംഘമാണ്. അതൊരൊറ്റ ഉദാഹരണം നിങ്ങൾ പറയാം. ഈ പൊടി, കണ്ണിൽ പൊടി ഇടുന്ന കുറേ പരിപാടികൾ, പൊതിച്ചോറ്. അതായത് പണ്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം, താലൂക്ക് ആശുപത്രിയിലെല്ലാം രാവിലെ മിൽക്ക് ബ്രെഡ്, ഗോതമ്പ് കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. ഇതെല്ലാം നിർത്തിയിട്ട് ഇപ്പം പൊതിച്ചോറ് പൊതിച്ചോറ് അവിടുന്ന് ഇവിടുന്ന് പൊതിഞ്ഞുകൊണ്ട് വരുന്ന പൊതിച്ചോറ് തരിക. ഇതാണോ ഇവരുടെ ഉഡായിപ്പെന്ന് പറഞ്ഞാൽ? ഉഡായിപ്പ്. നിങ്ങളെ സത്യസന്ധമായിട്ട് പറയണേ, ഈ 4.5 ലക്ഷം കോടി രൂപയെ പറ്റി ചോദിക്കണം. മുമ്പ് പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു, ഒന്നും ശരിയായില്ല. ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു ഇദ്ദേഹം കയറിയതിന് ശേഷം. അദ്ദേഹത്തിന് തന്നെ ആശുപത്രി പോക്ക് തന്നെയായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ കാര്യം. ഇനി നിങ്ങളിൽ ഓരോരുത്തരും സാധാരണക്കാർ കാര്യം പറയണത്, ഈ ഗൾഫിലൊക്കെ പോയി അല്ലറ പൈസയൊക്കെ ഉണ്ടാക്കിയവരുടെ കാര്യമല്ല പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മണൽ വാരി വിറ്റോ, പാറക്കോറി നടത്തിയോ, തരികിട കാണിച്ചോ, തമ്പാക്ക് വിറ്റോ, ഈ MDMA കഞ്ചാവും ഒക്കെ വിറ്റ് പണം ഉണ്ടാക്കിയവൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണ നിങ്ങൾ അത്യധ്വാനം ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ബാധ്യതയിലല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചം വെക്കാനുണ്ടോ? അടിക്കടി ഉണ്ടാകുന്ന കുടുംബത്തോടെയുള്ള ആത്മഹത്യകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ബാധ്യതയില്ലാത്ത ഒരു കുടുംബം ഉണ്ടോ? ആഡംബരം കാണിക്കാൻ വേണ്ടി ലോൺ എടുത്തൊന്നുമല്ല, വീട് മെയിൻ്റനൻസിനോ, മോളെ കെട്ടിക്കാനോ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ. ഇനി വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് പഠിച്ചിറങ്ങിയ അവർക്ക് ജോലിയുണ്ടോ? ഈ കണ്ട നഴ്സിംഗ്, പാരാമെഡിക്സ് പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് എവിടെയെങ്കിലും 8,000 രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നുണ്ടോ? MBA പാസ്സായ നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ടായി നിൽക്കുന്ന കുട്ടികളടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത്, അവർക്കൊക്കെ 12,000 രൂപ ശമ്പളം മാർക്കറ്റിങ്ങിനോ ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടോ ഒക്കെ പോവുകയാണ്. ഡാറ്റ അനാലിസിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടുന്ന കുട്ടികൾ അവരുടെ ആ പഠിച്ച ആ സബ്ജക്റ്റും അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് കിട്ടിയ നോളജും ഒക്കെ എടുത്തുപയോഗിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇനി IT-യുടെ രംഗം പറയാം. കേരളത്തിലെ IT സ്റ്റാഫിന് സ്റ്റാർട്ടിംഗ് സാലറി കൊടുക്കുന്നത് എത്രയാണ്? 15,000 മുതൽ 25,000 വരെ. പിന്നെ അതും ഇതും കിഴിവും കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നത്? അവരുടെ ജോലി, ഭക്ഷണം, അതിനുള്ള പൈസ കിട്ടും. ഇവരുടെ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാനുള്ള പൈസ കിട്ടും. നിങ്ങൾ ഈ IT കമ്പനി എന്ന് പറയുന്നത് അത് വലിയൊരു വിഷയമാണ്, അത് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കും. ഈ കൊള്ളസംഘത്തെ, ഇത് കൊള്ളസംഘം തന്നെയാണ് അവസാനത്തെ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് നമ്മുടെ ബാലഗോപാൽ എന്ന് പറയുന്ന ഫിനാൻസ് മന്ത്രി പറയുന്നത്,
അദ്ദേഹത്തിന് ഞാൻ ഇന്ന് 25-26 ബഡ്ജറ്റ് ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കി. ഇവർക്ക് മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്ന് റോയൽറ്റി ഒന്നും കിട്ടുന്നില്ലെന്നാണ് ബഡ്ജറ്റിൽ. ഒന്നുമില്ല, ഇൻകം ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ കാണുന്നത് മിക്കവാറും ഉള്ള ആറ്റിൽ നിന്നും കായലിൽ നിന്നൊക്കെ ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് മണ്ണ് മൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ റെയർ എർത്ത് നമ്മുടെ ചവറയിലും അവിടെ നിന്നുള്ള കടലിൽ നിന്ന് മണൽ വാരുന്നുണ്ട്. റോയൽറ്റി ഇല്ല. ഈ സഹ്യപർവ്വതത്തിൻ്റെ നല്ലൊരു നിരയും പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇവരൊന്നും നിർത്തി വെച്ചിട്ടുണ്ട്. റോയൽറ്റി ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഈ നടക്കുന്ന ഹൈവേയോ ഏതെങ്കിലും ബൈപ്പാസോ ഏതെങ്കിലും പ്രോജക്റ്റ്, അതിന് വിഴിഞ്ഞം പദ്ധതി ആയാലും ശരി, ഏത് പദ്ധതിക്കായാലും ഗവൺമെൻറ് റിസോഴ്സസ് കൊടുക്കണം, മെറ്റീരിയൽ റിസോഴ്സസ് കൊടുക്കണം എന്നൊരു ക്ലോസ് കാണും, വ്യവസ്ഥ കാണും. പക്ഷെ അതിനർത്ഥം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നല്ല. അതാണ് ഈ പാർട്ടി നേതാക്കൾ, ലോക്കൽ സെക്രട്ടറിമാർ മുതൽ പണച്ചാക്കുകളായിട്ട് നിങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ മുന്നിൽ വിലസേ നമ്മളൊക്കെ ദാരിദ്ര്യത്തിലും ബാധ്യതയിലും ജീവിക്കുന്നത്. ഓർത്താൽ നല്ല. അതുപോലെ തന്നെ ഈ പിണറായി വിജയനെ 2016 തൊട്ട് മുമ്പ് ശ്രീനിവാസനെ കൊണ്ട് ചിരിപ്പിക്കാനും പച്ചാളം ഭാസിയെ കൊണ്ട് സരോജ് കുമാറിനെ ക്ലാസ് അഭിനയം പഠിപ്പിക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ ആകെ ചിരിച്ചിട്ടുള്ളത്. ഒരൊറ്റ പോയിന്റിലാണ്, എലി പുന്നല്ല് കണ്ട കണക്ക്. അത് വലിയൊരു പണച്ചാക്കിരിക്കുന്നിടത്താണ്. ആ ഫോട്ടോ ഫെമിലിയറാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ വേണമെങ്കിൽ ഇടാം അതിനകത്ത്. അത് നമ്മളെ ഒരു ഗൾഫിലെ യൂസഫ് അലിയുടെ കൂടെ ഇരിക്കുന്നതാണ്. അയാളെ നോക്കിയാണ് അയാൾ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത്. അത് പത്തായത്തിലേക്ക് ഇരിക്കുന്ന നെല്ല് കണ്ടിട്ട് ഒരു എലി ആർത്തിയോടെ നോക്കുന്ന ഒരു ചിരിയാണ് ചിരിക്കുന്നത്. സന്തോഷമായിട്ട് സ്വയം ചിരിക്കുന്നതാണ്. പിണറായിക്ക് ചിരിക്കാനൊന്നും അറിഞ്ഞുകൂടാതെ ഒന്നുമില്ല. ഇപ്പം മോഹൻലാലിനെ കൊണ്ട് ഒരു ക്ലാസ് എടുപ്പിച്ചു, മമ്മൂട്ടിയെ കൊണ്ട് ചൂരൽമലയെ കൊണ്ട് കറപ്പിച്ചു. ചൂരൽമലയിലെ വിഷയം അതിനെ കഴിയാണ്. ചൂരൽമലയുടെ മുകളിൽ എന്തായിരുന്നു വലിയൊരു പാറക്കോറി, 10-200 കോടി രൂപയുടെ പാറ പൊട്ടിച്ചപ്പോൾ അവിടെ ഒരു വലിയ അണ്ടകടാക ടണലുണ്ടായി. അതിനകത്ത് പെരുമഴ വന്നപ്പോഴത്തേക്ക് വെള്ളം കെട്ടി നിന്നു. അത് ഉരുള് പൊട്ടി ഇഞ്ഞു പോരുന്നു. അതിന് 700 കോടി രൂപ പാവപ്പെട്ടവരായ നമ്മളെ നന്മയുള്ള മനുഷ്യരെ ഡൊണേറ്റ് ചെയ്തു. അതിൽ നിന്ന് 60 കോടി എടുത്തിട്ട് ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്തോന്നൊക്കെ ഇനിയിപ്പോൾ ഇവരുടെ കൺസ്ട്രക്ഷനാണ്, അതൊക്കെ ഇനി അറിയാം. അതിലും 620 കോടി രൂപ ലാഭം, ഒരു ദുരന്തത്തിലും ലാഭം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ പൈസ ഇനി എങ്ങോട്ട് പോകുന്നോ എതിലേ പോകുന്നോ ഒന്നും നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പിണറായി വിജയനെ ചിരിപ്പിച്ച് വ്യക്തിത്വം ഉണ്ടാക്കി കേരള ജനതയെ ഇങ്ങനെ ചിരിപ്പിയുടെ മുമ്പിൽ പിണറായി ചിരിപ്പിച്ച് കാശ് കൊടുത്ത് ചിരിപ്പിച്ച് പിന്നെ സിനിമ ഇറക്കി വെളുപ്പിച്ച് ഒക്കെ എന്തിനാണ് ഇതുപോലെ എത്രയോ ടെക്നോക്രാറ്റ്സ്, എത്രയോ അറിവും ഭരണപരിചയവും പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ ഈ കേരളം എവിടെയെങ്കിലും എത്തിച്ചേരും, വളരെ വലിയ നിലകളിൽ എത്തിച്ചേരും. അതിനൊരൊറ്റ ഉദാഹരണമാണ് ഈ രാഷ്ട്രീയം പറയാനല്ല, അതിനകത്തെ ഇപ്പോൾ MK മുനീർ ഒരു സിറ്റുവേഷനിൽ ചെന്നുപെട്ടു. അദ്ദേഹം 2003-04 100 മീറ്റർ എക്സ്പ്രസ് ഹൈവേ പ്രപ്പോസ് ചെയ്തു. മിനിസ്റ്ററായിരിക്കുമ്പോൾ അദ്ദേഹമാണ് അത് ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത്. അതിനെ മാനിക്കാതിരിക്കാൻ പറ്റില്ല. അയാൾക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ അയാളൊക്കെ എനിക്കൊന്ന് അത്യാവശ്യം എഴുതുകയും വായിക്കുകയും പഠിച്ച ആളാണ്. ഈ പാർട്ടി ഏതോ ആയിക്കോട്ടെ, ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിയായിട്ട് തന്നെ പറയുക. ഈ KNA ഖാദർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ എനിക്കൊന്ന് അവരൊക്കെ ഈ കേന്ദ്ര ഭരണത്തിൻ്റെ ഭാഗമായിട്ടും BJPയിലൊക്കെ വരണമെന്ന ഒരു നല്ല മനസ്സോടെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ അത് എൻ്റെ ആഗ്രഹമാണ്. വ്യക്തിപരമായി അത്തരം ആൾക്കാർ, സാമുദായിക പ്രാതിനിധ്യം വേണമല്ലോ എല്ലാ സമുദായത്തിനും. കാരണം ഇന്ത്യയിലെ ഈ നിലവിളിക്കുമ്പോൾ കരയാൻ പുറത്തുനിന്ന് വരുന്ന ഫണ്ടുമായിട്ട് വിദേശത്തുനിന്ന് വരുന്ന ആൾക്കാർ മാത്രമല്ലല്ലോ ന്യൂനപക്ഷം, അല്ലാതെ എല്ലാവരും ന്യൂനപക്ഷമുണ്ട്. ഒരുപാട് പേര്, ഒരു വിഭാഗങ്ങൾ, ജൈനർ ന്യൂനപക്ഷമാണ്, മുസ്ലിമിലെ ഒരുപാട് പേര് ന്യൂനപക്ഷമാണ്, ക്രിസ്ത്യൻസിലെ ഒരുപാട് പേര്, ഹിന്ദുക്കളിലെ ഒരുപാട് പേര് ന്യൂനപക്ഷമാണ്, സർദാർമാർ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ഷെട്ടിമാർ തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട്. അപ്പം
എല്ലാ പേർക്കും പ്രാതിനിധ്യം ഭരണത്തിൽ കിട്ടണം. അവരുടെ അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം, അതാണ്. ആ നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഈ MK മുനീർ ആ കാലഘട്ടത്തിൽ ആ റോഡ് പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ഈ മുഖ്യമന്ത്രി ഈ നല്ലൊരു വിഷനോടുകൂടി നമുക്കൊരു ചെറുപ്പക്കാരനായിട്ടൊരു എനർജിക്കായിട്ട് നിന്ന് ഈ 84-ാമത്തെ എത്രയും കണ്ട വയസ്സിൽ അദ്ദേഹത്തെ പച്ചാളം ഭാസി പിന്നെ സരോജ് കുമാറിനെ പഠിപ്പിച്ച കണക്ക് സീരിയൽ, സിനിമാ നടന്മാർ, ഓൺലൈൻ ചാനലുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇയാൾക്ക് ഹീറോയിസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇയാൾക്ക് ആകെ ഒരു ഹീറോയിസം ഉള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അയാൾ ഈ അടുത്തും കാണിക്കുന്നതാണ്. അയാളുടെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകയായിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് പറയുന്നത് കേട്ടതാണ്. ഇപ്പോൾ അതിനുശേഷവും കണ്ടതാണ്. അതുകൊണ്ട് ഒരാളെ ഒരു ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഒരു സന്യാസിയെ എന്താക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ഗുണ്ടയെ എന്താക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ സമയം കളയുന്നതിന് പകരം ജനാധിപത്യത്തിൽ ഒരാളെ സ്പോൺസർഷിപ്പിൻ്റെ പിൻബലത്തിലായാലും ശരി കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും നമുക്കിടയിൽ നിന്ന് ഒരാളുണ്ടായി വരാനായിട്ടാണ് നിങ്ങളെല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ അടിഞ്ഞുകൂടി കിടക്കുന്ന വേസ്റ്റ് വീണ്ടും അരിച്ച് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് വീണ്ടും വേസ്റ്റ് അതിനെ പിന്നെ വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിച്ച് കുളിപ്പിച്ച് കിടത്തി എന്തായാലും മാവേലിക്കര, വേണാട്, ഈ ഓണാട്ടുകരയിലൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്: തേങ്ങ എത്ര അരച്ചിട്ടെന്തിനാണ്, താളല്ലേ കറി. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിട്ട് വെളുപ്പിച്ചിട്ടൊന്നും കാര്യമല്ല. ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പ് ഒന്ന് വിചാരിക്കാമെങ്കിൽ ജാതി മതഭേദമന്യേ ഈ അഹങ്കാരത്തിന്, ഈ ധാർഷ്ട്യത്തിന്, ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്, ഈ സ്ട്രീറ്റിലെ ഗുണ്ടാ കുടിപ്പകയും കൊലപാതകവും പോലീസുകാരെ ആക്രമിക്കലും ജുഡീഷ്യൽ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യലും എല്ലാം അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ള ഈ ഇലക്ഷനാണ്. ഈ ഇലക്ഷനാണ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ പതിയുന്ന ആ മഷിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പാർട്ടിക്കാരെയും ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജയിപ്പിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ചുറ്റിനും വിജയസാധ്യതയുള്ള പൊട്ടൻഷ്യൽ, അതായത് കഴിവും കാര്യശേഷിയും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഉതകും എന്നുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഇനി ആരെ വെളുപ്പിച്ചാലും ശരി. സിനിമയിൽ കണ്ടു, UDFനെ വെളുപ്പിക്കുന്നത് കണ്ടു ഒരു സിനിമയിൽ ഈ അടുത്തിറങ്ങി. സിനിമയുടെ ഇത് പറയുന്നില്ല, പക്ഷേ ഇത്ര വെളുപ്പിച്ചിട്ടും കാര്യമല്ല. SFI എന്ന് പറഞ്ഞാൽ ആർഷോ ആണ്, അല്ലെങ്കിൽ ജയിക്കാണ്, അല്ലെങ്കിൽ ഇപ്പം ശുക്ല പതാകയും കൊണ്ട് കിടക്കുന്ന എന്തോ ഒരു ചെറുക്കനാണ്. ഇവന്മാരെയൊക്കെ സ്കൂളിലൊക്കെ ഒരു വിലയില്ല. സ്കൂളിലെ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ SFI ഒക്കെ എന്ന് പറഞ്ഞാൽ അവന്മാർ ഈ കഞ്ചാവ് കച്ചവടക്കാർ എന്നാണ് പറയുന്നത്. മയക്കുമരുന്നൊക്കെ കച്ചവടം ചെയ്യുന്ന ഡീല്. അല്ലാതെ ഇവർക്കൊന്നും വലിയ ഹൈപ്പ് കൊടുത്ത് സിനിമയൊന്നും ഇറക്കരുത്. അതുപോലെ തന്നെ UDFന് എന്തോ ഒരു കഴിഞ്ഞു പോയ ഒരു ഭരണത്തിൻ്റെ ഒരു തകർച്ചയെ ഒക്കെ വൈറ്റ് വാഷ് ചെയ്ത് ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നണ്ണ, ഇതുപോലത്തെ സിനിമയൊക്കെ ഇറക്കി വെളുപ്പിക്കാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ? UDF എന്ന് പറഞ്ഞാൽ എന്താണ്? രാഹുൽ മാങ്കൂട്ടം, അതാണ് യൂത്ത് നേതാക്കൾ. അവനാണ് അതിൻ്റെ തെളിയിക്കപ്പെട്ട ഒരൊറ്റ പ്രൂഫ് തരുന്നത്. ഈയിടെയും പാലക്കാട് മെനിങ്ങാന്നും പിടിച്ചു യൂത്ത് കോൺഗ്രസ്സുകാരനെ. അതാണ് കോൺഗ്രസ്. വലിയ വെളുപ്പിക്കലൊന്നും ഇനി വൈറ്റ് വാഷ് ഒന്നും നടക്കത്തില്ല. സിനിമ കൊണ്ടോ നിങ്ങൾ സച്ചിദാനന്ദനെ കൊണ്ടോ, ഈ മോഷണ സാഹിത്യകാരുണ്ട് കേരളത്തിൽ കുറേ, നിങ്ങൾ എഴുതി എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്ന കൊറിയൻ സാഹിത്യം ഞങ്ങളാരും വായിച്ചിട്ടില്ല. കാരണം കൊറിയൻ സാഹിത്യം അടിച്ചു മാറ്റിയെന്നതാണ്. ശ്രീലങ്കയിൽ നിന്ന് അടിച്ചു മാറ്റും, ജപ്പാനിൽ നിന്ന് അടിച്ചു മാറ്റും, ജർമ്മനിയിൽ നിന്ന് അടിച്ചു മാറ്റും, റഷ്യയിൽ നിന്ന് അടിച്ചു മാറ്റും, മംഗോളിയയിൽ നിന്ന് അടിച്ചു മാറ്റും. എവിടുന്നെങ്കിലും ഒരു തീം അടിച്ച് മാറ്റിയിട്ട് മലയാളത്തിൽ എഴുതി കൊണ്ട് കൊടുത്താൽ, കാരണം നമ്മളാരും അത് വായിക്കുന്നില്ലേ. ദീപ അടിച്ച് കുറേ എണ്ണം അങ്ങനെ ജീവിക്കും. കുറേ എണ്ണം ഡിഗ്രി പാസ്സാവാതെ PGക്ക് ചേരാൻ മഹാരാജാസ് ചെന്നവനാണ് ആർഷോ. അവനാണ് HFI. അതുകൊണ്ട് ഈ HFIയെയും ഇനി നെവിൻ പോളിയെ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പൊക്കി കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിള്ളേരുടെ പ്രായോഗിക തലത്തിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്റ്റുഡൻസ് യൂണിയൻ, KSU, SFI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ആ സമയത്തുള്ളതും പോയി. അപ്പോഴാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരെ ഏറ്റവും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കലം മേടിക്കും, ഇലക്ഷൻ കഴിഞ്ഞാൽ മംഗലം മേടിക്കും, ഒരു ഇച്ചിരി വെള്ളം കൊണ്ടുവയ്ക്കുമായിരുന്നു. അത് അവർ തന്നെ പൊട്ടിച്ചും കളയുമായിരുന്നു. വൈകുന്നേരം വരെ വെള്ളം കോരും, കലവിട്ട് ഉടയ്ക്കും. ഈ പരിപാടി ഇനി അങ്ങോട്ട് നടത്താതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യൂസഫ് അലി സാറിൻ്റെ മുമ്പിൽ ഇരുന്ന് ചിരിച്ച പിണറായി വിജയനെ ചിരിപ്പിക്കാൻ നടക്കുന്ന, അതായത് പണം കണ്ട മനമിളകുന്ന, ഇതുപോലെ പണം കണ്ട മനമിളകുന്ന ഒരാളെ നിങ്ങൾ പണം കൊടുത്ത് ഇനി ചിരിപ്പിക്കാൻ നടക്കരുതെന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.